ഞാൻ അടുപ്പില്ല സാധനം പൊളിച്ചിട്ടാക്കി പോവാൻ മറ്റുള്ള വീഡിയോ എടുക്കണം അവന്റെ മോത്തേത്തി മോത്തേറ്റ് കാണിച്ചില്ല ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ട് അത് സംശയിച്ചിട്ടുണ്ടല്ലോ 5 A പ്ലസ് ഉണ്ടെങ്കിൽ 4 A പ്ലസ് ഉണ്ടെങ്കിൽ ഒരു 40 Pro Max യാതൊരു സംശയമില്ല. ആ വീഡിയോത്തിൽ ഉണ്ടായിക്കോട്ടെ. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ സമയം ഇപ്പോൾ 3:45 ഉറക്കനെ പറയാൻ പറ്റും. ഇവിടെ എല്ലാവരും ഉറങ്ങുകയാണ്, നേരം മുളക്കാൻ കാരണം കേട്ടോ. നമ്മളെ നോമ്പിൻ്റെ ഒരു ദിവസം കാണിച്ചു തരാണ്. അലാറം അടിച്ചിട്ടുണ്ട്. അപ്പോളേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാലും കമൻറ്റ് ചെയ്യാനും അതേമാതിരി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്താൽ കേട്ടോ. എടി നീച്ചണില്ലേ? ആരാ അലാറം അടിച്ചു? ഒന്നും ഉണ്ടാക്കണില്ല? നീച്ചൂടെ? ഉറക്കനെ പറയാത്ത കാരണം കേട്ടോ ഇതാണ്. ഉണ്ടില്ല ഞങ്ങൾ നല്ല ഉറക്കിലാണ്. അത് ഉണർന്നാൽ ആകെ പണിയാവും. പിന്നെ വേറൊരു രസം പറഞ്ഞേക്കണം ഞങ്ങൾക്ക്, എൻ്റെ പെരക്ക് ആകെ ഒരു റൂമുള്ള മാതിരിയാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെയൊക്കെ നിങ്ങൾ ഒരാൾ വേണ്ടില്ല. ഞങ്ങൾ ഈ അടിയിൽ ഞങ്ങൾ 2 ആൾക്കാർ. റൂമില്ലായിട്ടൊന്നുമല്ല, ഇതാണ് കാരണം. ഈ ഒരു സാധനം ഇവിടെ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് കിടക്കും. സാധനം നീച്ച മുൻപോൾക്ക് നമുക്ക് വേണ്ടിയല്ല. ഞാതെ നീച്ച ബാങ്ക് കൊടുക്കും. ചീച്ചില്ല ഇവളോ? ഇവളോ? റിതോ 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 എടി നോമ്പ് കളിച്ച നോമ്പ് കളത്തിയ പല്ല് പുളിപ്പുണ്ടേ, അതുകൊണ്ട് ഇതേറ്റാണ് ബ്രഷ് ചെയ്തിട്ടോ. നീ കുറച്ച് ഉറക്കാൻ പറയാം, കാരണം റൂമിൽ നിന്ന് ഇങ്ങോട്ട് ബാത്റൂം കഴിക്കണം, അതുകൊണ്ടല്ലോ. ഇതിൻ്റെ ഗുളിക പൊട്ടിയാണ്, ഗുളികളാണ്. ഇത് ഗ്യാസിൻ്റെ ഗുളിക രാവിലെ കുടിച്ചാണ്. ഇത് ബ്രൊമാറ്റിൽ കുടിച്ചാണ്, അത് കുടിച്ചാട്ടെ. എത്തായി അതെ കുട്ടികളൊക്കെ നീച്ചാത്തോണ്ട് ഇനി പുറത്തേ പറയാം. എന്താ കോഴിക്കോട് ഇന്നലത്തെ ആ ചൂടാക്കുക. ചോറ നല്ല പയറുപ്പേരി ചായക്ക് വെള്ളം വെച്ചേക്കണു. ഇതെന്താ അപ്പൊ അതൊരു കടി കൊടുക്കണ്ടല്ലേ? വെറൈറ്റി സാധനം. അത് വെറൈറ്റി സാധനമാണ്. ആ ചോറ് വെച്ചപ്പോൾ കാണിച്ചു തരുന്നുട്ടോ. നിങ്ങളോടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ ബെല്ലേക്ക് നീച്ചാനുള്ള അവസ്ഥ. നിങ്ങൾ ഇതിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ മറക്കല്ലേ. സാധാരണ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ നേരത്തെ ഞാനൊന്നും നീച്ചലില്ല. എല്ലാം ആയി ഇതൊക്കെ ഈ നേരത്തെ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചാല് മാത്രം ഞങ്ങളെ വന്ന് വിളിച്ചാൽ മതിയുള്ള ഓർഡർ. അത് ഞാൻ വരെ പാടിയത്. ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ നാട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കും വിചാരിച്ചിട്ട് ഞാൻ നീച്ചലുണ്ട്. ഞാനാണ് അലാറം അടിച്ചപ്പോൾ ഞാൻ നീച്ചലുണ്ട്. ഇടൊക്കെ വാ അത്താഴത്തിന് നീച്ച ഇന്നത്തെ വെള്ളത്തിൽ എന്റെ കുട്ടിയുണ്ട്. ഇന്ന് എന്റെ കുറച്ചുകൂടെ ഇന്ന് 13ാമത്തെ നോമ്പിലാണ്. ഇന്ന് നീച്ചു ഞങ്ങളിപ്പോ ചോറ് നല്ലുണ്ടല്ലോ, ഇത് കണ്ടിട്ടില്ലല്ലോ.
ഇതെന്തെന്ന് ആർപ്പിച്ചു ഇവിടെ സ്റ്റൂളില്ല എന്നും പറയുന്നോട് സ്റ്റൂൾ കൊണ്ടുവരാന് രണ്ടെണ്ണം പൊട്ടിയതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കലില്ല. രാവിലെ ഈ പെൽച്ചക്ക് ഇച്ചുമ്പോ പെൽച്ചക്ക് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടത് അത്താഴത്തിന് ഇച്ചേട്ടോ. ചില ആൾക്കാർക്ക് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ഞങ്ങൾ അവിടെ പെൽച്ചക്ക് ഇച്ചാന്നാ പറയല്. അപ്പൊ ഞങ്ങൾ അവിടെ ഡൈനിങ് ഹാളിലാണ് ഇരിക്കല്. ഇവിടെ ഇരിക്കലില്ല, രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ചോറുണ്ടില്ല ഞങ്ങള്. ഞാൻ ഇതാണ് ആകെ തിന്നല് കേട്ടോ. അത്തായം അത്തിപ്പഴത്തോളം എന്നല്ലേ, അപ്പൊ അത് കുറച്ച് മതിച്ചിട്ടാണ്. ഒക്കെ എടുത്തോ. കോഴിക്കറി ഉണ്ട്, മുരിങ്ങാക്കറി അല്ല, അത് ചീരന്റെ അല്ലേണ്. ചീരന്റെ അല്ല ഉണ്ട്, പയറുപ്പേരി ഉണ്ട്, കോഴിമുട്ട വെച്ചിട്ടുണ്ട്. വേറെ സ്പെഷ്യൽ ഉണ്ടല്ലോ ഇന്നലെ. അതെവിടെ ഇന്ന് സ്പെഷ്യലാണ്. ഞങ്ങളാരും നിൽക്കണില്ല. അന്റെ കഴിഞ്ഞില്ലേ മുരിങ്ങാക്കറി മുരിങ്ങല്ല തിന്നുന്നതല്ലേ എന്നതട്ടോ. ഉണക്കലീന് നീ തിന്നിട്ട് കൊറേ അയക്കുന്നു. മറ്റേ ലീക്ക് വീരാ പറഞ്ഞ മാതിരി ഞങ്ങൾ തറവാട്ടേര് ഉണക്കലീനോ പച്ചീനോ അല്ലാതെ ചോറ് വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പൊ അതിനനുസരിച്ച് ബാക്കിയൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇത് ഈനപ്പത്തിൽ പോകണിട്ട് രാവിലെ തന്നെ കാണിപ്പാ. ഒരു പാത്രം ചോറിട്ട് വെച്ചില്ല. ഇനിയിപ്പോ ബിസ്ക്കറ്റ് ചായ അത് കുടിക്കണം. ഞാനൊരു പാത്രം ചോറ് ഞാൻ തുള്ളി കിട്ടുള്ളൂ. അപ്പൊ ചോറ് വെച്ചാൽ കഴിഞ്ഞിട്ടോ. ഇനി നിർത്തണില്ല. ആൾക്കാരുടെ പണിയുണ്ടോ? ഈ പെണ്ണുങ്ങളെ പണിയാണുള്ളത്. കത്തില്ല പാവമുണ്ടോ ഒരെണക്കിന്. എല്ലാവരോടത്തും തിരി തന്നെയാണ്. ആണുങ്ങളെല്ലാവരും ചോറ് വെച്ചിട്ടാണ് ഒരു കുഞ്ഞിപ്പായം മാറ്റി എല്ലാവരും പറഞ്ഞത്. പിന്നെ ഈ വൈകുന്നേരം വരെ ഈ പണിയുണ്ട്. അല്ലെങ്കിൽ പറയില്ലാന്ന് അറിയാം. ഇനി വരും, ഞാൻ സാധനം കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾക്ക് ചെറിയ ഒരു ദുശീലുണ്ട്. അത് ഈ റമദാൻ മാസത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സമയം നോക്കി 5 മണിയായി. ഈ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ ഒന്ന് കിടന്നോ. റമദാൻ മാസത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 5 മണിക്കൊക്കെ നീച്ചലുള്ളൂ. ആ ഒരു സംഗതി തെറ്റാണെന്ന് നമുക്കറിയാം. എന്നാലും റമദാൻ മാസം 90% ആൾക്കാർ ഇന്നെ കാണുന്നവരൊക്കെ അങ്ങനെ തന്നെ കാരണം വെച്ച് തോന്നുന്നുണ്ട്. ഇനി കുറച്ചേരം കിടന്നു തുടങ്ങിയിട്ട് പണി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും പണി ഉണ്ടാവില്ല. എനിക്ക് മീൻ്റെ ജോലിയാണ്. ചിലപ്പോൾ പണി ഉണ്ടാവില്ല. റമദാനാകുമ്പോൾ ഇടക്കിടക്ക് ചെയ്യുവാണ്. അപ്പോൾ പണി ഉണ്ടെങ്കിൽ ഒരു 6-6:30 ആവുമ്പോൾ വല്ല ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചേരം 10-15 നേരം കിടന്നു തുടങ്ങും. നമസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞിട്ടോ. ഈ വെല്ലം ഒന്ന് ഒപ്പിട്ട് കാണാൻ കിടന്നാറാട്ടോ. അടുത്താളെ എന്നും 11 നേരം കിടന്നതൊന്നും അറിയില്ലേ. ഇന്നിപ്പോൾ പണിയിട്ട് അതൊന്ന് പോയി കേട്ടോ. ഓലൊന്നും ഉണർത്തിയില്ല, അതൊക്കെ എൻ്റെ ഉറങ്ങിലാണ്. ചെറുപ്പൊക്കെ കേട്ടോ. നേരം വിളിച്ചിട്ടുള്ളൂ. അപ്പോഴേ പണി കഴിഞ്ഞ് വരാം, എന്നിട്ട് കാണാൻ പറ്റും. ബൈ. ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞോ? ലൈറ്റ് ഇങ്ങനെ ഇട്ടേക്കും റൂമില്. ഓഫാക്കാൻ ഞാൻ വരുന്ന. നിങ്ങളവിടെ എന്താ പണി? നീന്റെ ചാടുമ്പോ അവിടെ ഫോൺ ഉണ്ടാവും നേരം. ഇനി ഹായ് എന്ന് പറഞ്ഞ, ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ. ആ ഇപ്പൊ നമ്മ വന്നിക്കണേ പല വണ്ടിന്റെ തോണ്ട്. നീ എപ്പച്ച വന്നിക്കണ് പോയേക്കാം. നീ എനിക്ക് നോമ്പില്ല അറിയും. എന്താ നോക്കണ്ടോ? ഇത് മറ്റേ ഉർണാമ്പായാണ്. വെളുത്ത് മാറി ഞാൻ കോഴിമുട്ടയാണ്. പിന്നെ ഈ പണി നീ കൊണ്ടുവന്നു ആ വണ്ടിയിലുണ്ട്. പിന്നെ പണി കഴിഞ്ഞ് വരികയാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇപ്പം പോയി അപ്പോൾ ഇതിന് പണി കഴിഞ്ഞ് വരും. നേരെ 12:30 കൊണ്ടുണ്ടെങ്കിൽ മീൻചൾക്കൊക്കെ ഇതാണ് നമ്മളെ പരിപാടി. അപ്പൊ നീ ഒന്ന് കുളിച്ചാട്ടെ. എവിടെ ഇത് പുറത്തുണ്ട് അവിടെ? നീ കുളിച്ചിനൊന്ന് കേറി കുളിച്ചിരിക്കണോ? കുളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട
ഞാൻ വാതിലടക്കുമ്പോ നിർത്തിക്കാട്ടിടോ ഞാൻ കുടിച്ചാട്ട് എല്ലാരോടും ഓക്കെ കുടിച്ചിട്ട് കാണാം. മീനൊന്ന് മുറിച്ചാട്ടെ, മൂപ്പര് വന്നപ്പോ കൊടുന്നാ മീന്. എന്നിട്ടാണ് പത്തിരിക്ക് പൊടി വാട്ടാൻ, എന്നിട്ടാണ് കുളിച്ചാന്. ഓരോ പണികളുണ്ട് പണിപ്പം. നിങ്ങൾ ഏത് ചെരുപ്പാ മട്ടിക്കണേ? അത് വീരാങ്കാക്കാന്റെ വീഡിയോത്തെ പഴയ ചെരുപ്പാണ്. കരിമ്പേനടിച്ചൊരു ചെരുപ്പിട്ട് കാട്ടാനുള്ള വീഡിയോ എടുക്കണ അറിയും. ഞാൻ അടുപ്പില്ല സാധനം പൊളിച്ചിട്ടാക്കി മറ്റുള്ളവരെ വീഡിയോ എടുക്കാൻ അവന്റെ മോത്തേത്തി യൂട്യൂബില് കണ്ടേക്കാരൻ ഓന് അരിപ്പൊടിയും തൈരും എന്തൊക്കെയാണ് മുഖക്കുരുവിന് അരിപ്പൊടി നോക്കട്ടെ നോക്കട്ടെ ഒരു കോലോ അരിപ്പൊടി നീനെത്താടെ ആ പരിപാടി തെറ്റിട്ട് ഐസ് കട്ട് നിന്നിട്ടോ അല്ലെ തന്നെ എനിക്ക് ജലദോഷം ഉണ്ടോ? നമ്മളെ മെയിൻ ചാനലിലേക്ക് വീഡിയോ ഇടാൻ ഓപ്പാക്കി ഇപ്പൊ തന്നെ തീ കാണിച്ചില്ല. നമ്മളെ മെയിൻ വീഡിയോക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്ഥിതി നോക്കുകയാണ്. മതി ഇന്ന് വരാനുള്ളതാണ്. അതായത് ഇന്ന് തിങ്കളാഴ്ച, ഇന്നിപ്പോ 26-ാം തീയതി അല്ലേ? എത്രാം തീയതി അറിയില്ല. 26-ാം തീയതി ഇന്ന് വരാനുള്ള വീഡിയോ ആണ്. അപ്പൊ അതൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ചോ, വലിയ എഡിറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പൊ അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നോക്കണേ, എവിടെ തെറ്റുണ്ടോന്നൊക്കെ. ഇന്ന് ഏഴ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. നീ അടുത്തല്ല സ്കൂൾക്ക് അംഗനവാടി പോണം. ഇന്നെ അടിച്ചില്ല. അപ്പൊ അടുത്ത കൊല്ലം നിനു അംഗനവാടി പോകുന്നു പ്രഖ്യാപിക്കുന്നു. അടങ്ങിക്കടി പുതിയൊരാവാടുത്താ. ഈ ഫോൺ എപ്പോഴും ഫോൺ കഴിക്കലാട്ടോ. നോക്കേ ഇതിന്റെ മുഖത്ത് പോയിക്കാം, എന്റെ മുഖത്ത് പോയിക്കാം. കോങ്ങണ്ട് ഇങ്ങനെ ഇങ്ങനെ കോങ്ങണ്ണാവും. അപ്പൊ നല്ല രസം ഉണ്ടാവും കേട്ടോ. 24 മണിക്കൂർ എന്താ ഈ പെണ്ണിന്റെ നിങ്ങളോടത്തെ കുട്ടികൾ ഇതേമാതിരിയാണോ? എത്ര തിന്നാൻ കൊടുക്കണമെങ്കിൽ ഫോണാണോ? അവരോ ഇജാതി കുട്ടികളാണ് നിങ്ങളോടത്ത്. ഒന്ന് വിവരം പറയട്ടെ, അതിനൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളത് അങ്ങനെയാണെങ്കിൽ മോറൊക്കെ വെച്ച് ക്ലിയർ ആക്കിയോ? എത്ര ദറം കുടിച്ചിട്ട് അങ്ങോട്ട് മുന്നിൽ തന്നെ എത്ര മൊത്ത ആ കുരു പറഞ്ഞില്ലല്ലോ. അതിന് ഡോക്ടറെ കാട്ടിനെ വേണ്ടി വരും കേട്ടോ. എനിക്ക് ഇനിയിപ്പോ എന്താ പരീക്ഷ? എനിക്ക് നാളത്തെ തീരുമോ? നാളെ തീരും. ഇപ്പൊ 9-ാം ക്ലാസ്സിലാട്ടോ. അപ്പൊ 9-ാം ക്ലാസ് വരെ പരീക്ഷ ഉണ്ടാവും. മാറിന്റെ മാറിയതട്ടോ. 8-ാം ക്ലാസ്സിലാണ്, 9-ാം ക്ലാസ്സിലാണ്, 8-ാം ക്ലാസ്സിലാണ്. അടുത്ത അപ്പൊ ഈ കൊല്ലത്തെ 2 പരീക്ഷ കൂടിയാ. ഇനി ഒരു പരീക്ഷ ഉള്ളൂ. കഴിഞ്ഞാൽ 9-ാം ക്ലാസ്. പിന്നെ ഒരു പരീക്ഷ കൂടി കഴിഞ്ഞാൽ 9-ാം ക്ലാസ്സിക്ക്. മറ്റോ +1 പോകും അല്ലേ? ഞാനോ നമ്മള് ഈ ഏരിയ പഠിച്ച് നമുക്ക് എന്താ എത്ര പഠിച്ച് സ്കൂളിൽ ഒലക്കാണ്. വെറുതെ പറയല്ലേ. 8-ാം ക്ലാസ് നിർത്തി പോകുന്ന ആൾക്കാരാണ് അവരൊക്കെ. അതെ വരുന്നു കാക്കു. SLC പരീക്ഷന്റെ അവസാന ഘട്ട പരീക്ഷ കഴിഞ്ഞ് വരുന്ന നിതുമോൻ ജയിച്ചോ? ഇതുപോലെ തകർക്കോ തകർക്കോ അതിന് റിസൾട്ട് വരുമ്പോ റിസൾട്ടിന്റെ കാര്യം ഇവിടെ പറയാൻ പറ്റില്ല. എസത്തിന്റെ കാര്യമല്ല, പിന്നെ ഏത് കാര്യം പറയാം. ഞാൻ പരിപാടി വരുന്നു അല്ലേ? ഏതാ ഇന്നിപ്പോ 24 മണിക്കൂർ വായിച്ചേ മൊബൈലിൽ കളിച്ചല്ലേ, ഫോണിൽ കളിച്ചല്ലേ അറിയണ്ട. ആ പരിപാടിയാണ് നിർത്തി. റിസൾട്ട് വല്ല കച്ചറന്നെ ഇക്കാരോ. ഇത് പിന്നെ ഏതായാലും 8-ാം ക്ലാസ് എന്തായാലും ജയിച്ചല്ലോ, അത് സംശയമില്ലല്ലേ? അല്ല ഞങ്ങള് പഠിച്ചെന്നാ നമ്മള് പഠിച്ചെന്ന് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ തോൽക്കുമല്ലോ. ഇപ്പൊ ഇഞ്ച തോണ്ടില്ല, 8-9 ഒക്കെ ജയിപ്പിച്ചില്ല. പരീക്ഷ കണ്ടോ? പഠിച്ചിട്ട് ഇങ്ങനെ ഏതാ സോക്സും സൂവൊക്കെ ഇട്ട് എന്താ നിങ്ങളൊക്കെ പോകും. ഐഫോൺ എടുക്കണമെങ്കിൽ ഫുൾ A+ ഉണ്ടെങ്കിൽ ഐഫോൺ, അത് ഞാൻ സംശയമില്ല. ഫുൾ A+ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ട്, അത് സംശയിച്ചിട്ടുണ്ടോ? 4 A+. 5 A+ ഉണ്ടെങ്കിൽ 4 A+ ഉണ്ടെങ്കിൽ ഒരു 40 Pro Max യാതൊരു സംശയമില്ല. ആ വീഡിയോത്തിൽ ഉണ്ടായിക്കോട്ടെ. മിറജ് കേട്ടില്ല? നിമ്മോനെ സാൻപാ കിട്ടുകയാണെങ്കിൽ കിട്ടും. 4 A+. ഇജ്ജത്തെ പറഞ്ഞത്
നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളീന്. ധൈര്യമായിട്ട് പറഞ്ഞോളിന്നില്ലേ? ധൈര്യമായിട്ട് ഫോട്ടോ കൊടുക്കാം അല്ല. 4 A+ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫോട്ടോ കൊടുക്കാന്ന് എന്റെ അമ്മ പറയണ്ടേ. കാരണം എനിക്കത് ഉണ്ടാവില്ല എന്ന് ഉമ്മാന്റെ കണക്കില്. എന്റെ കണക്കില് എന്താടാ എന്റെ ആണെങ്കിലോ 2 ഒന്നെങ്കിലോ ഇത് സ്ഥിതി അതന്നെ കാരോ. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കും. ഞാൻ മോഡൽ എക്സാമിന്റെ തലേന്ന് കൂടെയാണ് നിങ്ങളൊന്ന് പറഞ്ഞാണ്. അതല്ല മോഡൽ എക്സാമിന്റെ SLCന്റെ മോഡൽ എക്സാമിന്റെ തലേദിവസം ഞാൻ ഇവിടെ ഗുജറാത്തില് സൂറത്തില് ഇവിടെ ദിവസം ഒരാഴ്ചയിൽ 2 വീഡിയോ നിങ്ങൾക്ക് പോകാതിരിക്കലുണ്ടോ? അത് പറയും. ആഴ്ചയിൽ 2 വീഡിയോ നിങ്ങൾക്ക് പോകാതിരിക്കലുണ്ടോ? ഇതൊക്കെ ഞാനത് ഇന്റെ കയ്യുമെന്ന് ഉണ്ടായിക്കാളാണ് ഇതെടുക്കലേ. അതിന്റെ ഒപ്പം പഠിച്ചും വേണം. അത് നിങ്ങൾ പറയണ്ട. ആ ഒരു കാര്യം അല്ലേ മിറ, ആ കാര്യം പറയണോ? ഇല്ലല്ലോ. പഠിച്ചുള്ള കുട്ടിയാക്കി എപ്പോഴും പഠിച്ചു. ഹലോ ഗായ്സ്. അപ്പൊ ഇമ്മ അങ്ങനെ വിളിച്ചാറുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ നല്ല പഠിച്ചാലേ എന്നാലും നല്ല ഉഷാറാവുള്ളൂ പത്തിരി. ആ കൈയായിട്ടുള്ള കൊയ അതിന്റെ ഒരു ക്രീമാണ് അതില്. അതാണ് രുചിക്കൂട്ടി. നല്ല പഠിച്ചാലോ സീനോണ്ടാ പറ്റി ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത. വല്ലാതെ ഒന്നും കൊയ വരൂല ഇപ്പൊ. അതെന്താ? നോമ്പാണ്. നോമ്പടിച്ചിട്ട് നോമ്പുള്ള ഒരാൾക്ക് പത്തിരി വായിക്കുന്നില്ലേ? ഇത് ഇവിടെ പത്തിരി ഉണ്ടാക്കേണ്ട കാര്യത്തില് ഭയങ്കര മടിയുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഇജ്ജന്നുള്ളൂ. അത് ഇജ്ജന്നുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടാണ്. ഇജ്ജെന്നും പത്തിരി കിട്ടല് പാടി എടുക്കാന്ന് പറഞ്ഞ അമ്മായിമാര് പേരിലില്ലെങ്കിലും മരക്കൾ ഇങ്ങനെ തന്നെ കാരം. അത് അമ്മായിമാരുണ്ടെങ്കിൽ ഇജ്ജ് പത്തിരി ഇട്ടോടി എന്ന് പറയുമ്പോൾ ചുടും. മറ്റേ ഇല്ലല്ലോ. അപ്പൊ അമ്മായിമൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇമ്മന്നല്ല അമ്മായിമാർ. അമ്മായി അങ്ങനെ തന്നെയല്ലേ. ആദ്യം ഞാനിത് മാറാല ഇവിടെ കാണില്ല. നിങ്ങളുടെ കട മാറാല ഇവിടെ മാറാല നനകാലം ഇങ്ങനെ അഞ്ച് കാണിക്കല്ലേ കളിച്ചു പാടി. ഞാൻ എന്റെ അമ്മായി മാറാല വീഡിയോ പറയുന്നില്ല ഉണ്ടാകാനല്ലേ? ആണെന്ന് പ്രതീക്ഷിക്കണേ. ആണെന്ന് പ്രതീക്ഷിക്കുന്നതല്ല. മാറാല എപ്പോഴും തട്ടലുണ്ട്. മാറാല കാണുമ്പോ ഞാൻ തട്ടും. അപ്പൊ ചെറിയ മാറാല തട്ടി ഞാൻ തിരിഞ്ഞ അവിടെ അപ്പോത്തിന് പിന്നെ മാറാല ഇട്ടാണ്. മാറാലിട്ട് നല്ല കൂടുതൽ നിങ്ങളെ വരികയൊക്കെ ഉണ്ടാവും. അതിനെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞിട്ടുണ്ട്. പല പരിപാടിക്കും മരുന്നുണ്ട്. ഈ ഒരു സംഗതിക്ക് ഒരു മരുന്ന് ഞാൻ അതിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലൊക്കെ കുറെ ചെക്ക് ചെയ്യാറുണ്ട്. ഭയങ്കര മാറാലുണ്ട് കേട്ടോ. ഞാൻ കടി പത്തിൽ കൊണ്ടുവരണ്ടോ? ജ്യൂസ് അടിച്ചാലൊന്നും ഇല്ല. ജ്യൂസ് അടിച്ചാൽ ജ്യൂസ് അടിച്ചാൽ നാരങ്ങളൊക്കെ പോലെ അത് നല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല. പിന്നെ വത്തക്കല്ല ഫ്രൂട്ട്സ് അല്ല ബാക്കിയൊക്കെ ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്. വേറെ ഫ്രൂട്ട്സ് വത്തക്ക മാത്രം മതി. പിന്നെ ജ്യൂസ് അടിച്ചാൽ എന്തെങ്കിലും ആണെങ്കിൽ ക്യാപ്സിക്കം വേണ്ടിക്കൊണ്ടിരുന്നു. പിന്നെ അതേമാതിരി ചപ്പിന്റെ ഇല. ചപ്പ് പൊതിന രണ്ടും വേണം. ചപ്പ് മാത്രം മതി. ചപ്പ് ക്യാപ്സിക്കനോ ഒന്നും ഒരു ഒറ്റ അത് മാത്രം മതി. രണ്ട് പൊട്ടന്മാരി എത്ര പണി രണ്ടാളാണ്ട് കൂടെ മത്സരിച്ച ബിന്ദുവാ ബിന്ദുവിനെ വിളിച്ചത്. എന്റെ പേരെത്താ ഋതു അല്ല? എടുക്കോയി കല്യാണത്തിന് പോയോ? നിങ്ങള് നേരത്തുണ്ടോ? കല്യാണം നോമ്പ് തുറക്കുന്ന നേരത്തല്ലേ നമുക്ക്? ഞാനോട് പറഞ്ഞില്ല ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ഒത്തും അറിയുന്നുണ്ടോ എന്താ സാധനം വെറുതെ ഇരിക്കുമ്പോ ഈ പൊടിയൊക്കെ ഒന്ന് തട്ടിയാൽ പണി. ഈ വെറുതെ ഗെയിം കളിച്ച് തർക്കാണല്ലോ. 2 കൊലക്കൊമ്പത്തികളായിരിക്കണം അവിടെ. സൈക്കിൾ വന്ന് അങ്ങനെ ഇരുന്ന് കാലുടുക്കണ്ട കേട്ടോ കുട്ടിന്റെ. ആ പണ്ട് അതിന്റെ കാലുടുക്കാൻ നമുക്ക് ഓർമ്മല്ല. മാസം കിട്ടോ അവിടുന്ന്. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇപ്പൊ നമ്മള് ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ അടിയിലൊന്ന് കമന്റ് ചെയ്യാൻ അത് മറക്കല്ലേ. കാരണം നമ്മള് ഇന്നിപ്പോ നമ്മളെ ദിവസമാണ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ നമ്മളിങ്ങനെ വെറുതെ വാരിക്കൂട്ടി ചെയ്തിട്ട് കാര്യമല്ലോ. ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ മറക്കരുത്. ആ വരണോട്ട് ആളെ കാത്തിക്കാണ്. നിങ്ങള് വീഡിയോയിലെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ദോസ്താണ് അയമേ മാസ് ഇപ്പൊ എവിടെ ഉണ്ടെങ്കിലും മാഷ് അതിന്റെ എവിടക്ക അങ്ങോട്ടോടും അടച്ചോന്
ഇങ്ങോട്ട് വരാനുള്ള തീരുമാനമൊന്നുമില്ലേ? ഇങ്ങോട്ട് കേറി തന്റെ എത്ര നേരം നിങ്ങളെ കാത്തിക്കൽ തുടങ്ങിയിട്ട് നിങ്ങൾ കേറി കൂടി നിങ്ങൾ എന്റെ അളിയാനൊക്കെ ആയിക്കാണ് കൊറേ വീഡിയോ എടുത്ത് കാണുമ്പോ എന്താണിത് പോലെന്താ ആരെ കാത്തിക്കണ്ട്? ഞാൻ അയാളെ ബാത്റൂമൊക്കെ വെക്കണം, അയാളെ കാണാൻ. അയാള് ബാത്റൂമിൽ നിന്നോട്ടെ. വാങ്ങിച്ചോ? നല്ല നാട്ടോ ഇവിടെ നമ്മൾ മേടിച്ചില്ല, നമ്മളാ ചീനിട്ടാണ് നല്ല സാധനം കിട്ടുന്നതാണ് കോട്ടപ്പുറത്തേ. അപ്പൊ നിങ്ങളെത്തി വന്നപ്പോ ഒന്ന് മേടിച്ചിട്ട് അറിയില്ലേ? പഴയൊരു ഫുട്ബോൾ താരാണ് എന്റെ ക്ലാസ്മേറ്റും കൂടിയാണ്. ചപ്പ് ലേശം മതി, ഏറ്റവും കുറച്ച് പിന്നെ അത്രയും വേണ്ട. അല്ല മറ്റേ ബോർഡൊന്നും അടിക്കുക. ആ മമ്മൂട്ടി പറയണ്ടേ? മമ്മൂട്ടി അറിയില്ല? ചേച്ചി അറിയണ്ടേ? അപ്പൊ മമ്മൂട്ടിന്റെ ഇതുണ്ടോ? കുറച്ച് കളർ കൂടുതൽ, കുത്ത് കൂടുതലല്ലോ. അത് കുറച്ച് അപ്പൊ എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കരം ഒരു കുത്ത് കൂടുതലുണ്ടാവുക. ഇതൊന്ന് കുടിച്ചു നോക്കിക്കോണം. ഇത് തിരിഞ്ഞെന്നാ കുടിച്ചുകൂടെ? ഇത് കുടിച്ചോടാ, ധൈര്യമായിട്ട് പറയാം. ഇത് എത്ര വില? 60 രൂപ. മഴ വാങ്ങിക്കളി. നല്ല ഫ്രൂട്ട്സ് ആയിക്കോട്ടെ. എനിക്ക് ഒരു 10 കഷ്ണം അടിക്കുക. ഈ 10 കഷ്ണം നല്ല ചോപ്പ് പോരാ. ആ വേറെ പണിയില്ലേ അങ്ങനെ സംബന്ധിച്ച് വെച്ചൊന്നുമില്ല. സാറാണോ? ടിഷ്യൂ പേപ്പർ ഉണ്ടോ? വീഡിയോ ചെറിയ കഷ്ടം മതി, കൂടുതലാണ്. എന്താ എനിക്ക് പറയാൻ മതി? എത്രയാണ്? 1,100. ഏതാ മടിയിലാണ് പറയുന്നത്? 1,100. അല്ല വേറെ എവിടെയല്ലേ തീരെ വില കുറച്ച് കിട്ടിണ്ടാവട്ടെ. എന്നിട്ട് തീരെ കമന്റ് ചെയ്യും, ഞാൻ അവിടെ പോയി മേടിച്ചോണ്ടി തരും. എത്രയുടെ വില? 1,100. 1,500 ഉണ്ടോ? അത് ഇല്ല സാധനമില്ല, പൊടി പൊട്ടുകയാണ് ചേട്ടാ. എന്നാ അതല്ലാതെ വേറെത്താ 200 കേട്ടോ. നിങ്ങൾ അവിടെ ഒക്കെ എന്താന്ന് വരാന്നൊന്നും പറഞ്ഞിട്ടോ? എടാ വില കൂട്ടി പറയണ്ടോ? അല്ല ഇത് ചിരിച്ചല്ലേ. അപ്പൊ നോമ്പർക്കാരെല്ലാം റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. 2 മിനിറ്റും കൂടി ഉള്ളൂ, ബാങ്ക് കൊടുക്കാൻ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയാ ഇവർ അന്നത്തെ ഉണ്ടാക്കിണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. നോമ്പറക്കാൻ ഒരു കാരക്ക ഉണ്ടാക്കണം. ഓട് പറയില്ല, ഒരു കാരക്ക ഉണ്ട് ആദ്യം. അത് കഴിഞ്ഞ കുറച്ച് പച്ചവെള്ളം ഉണ്ട്, പിന്നെ സർവത്തുണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയില്ല. അതെന്താ? അതെ ജ്യൂസ് ബാങ്ക് കൊടുക്കും കേട്ടോ. എന്നാ പൊന്നാരേ നോക്കിക്കോളൂ. നോക്കില്ല, ക്യാമറമാൻ നിന്നോളി. നോമ്പില്ലെങ്കിൽ തിന്നാളൊന്നും ഈത്തപ്പായൊക്കെ അല്ലല്ലേ. നോമ്പുണ്ടായിരുന്നു വെള്ളം കുടിച്ചു, പച്ചവെള്ളം കുടിച്ചു. പിന്നെയുള്ള എന്താ അറിയോ? സമൂസ, പൊരിക്കടയായിട്ട്, പിന്നെ പത്തിരി, പിന്നെ ഒരു ചെറിയ ചിക്കൻ കറി. ഇത് എന്താ ഇതിന്റെ പേര്? പേര് ഓർക്കാനാണ്. ചിക്കൻ കറി, ചിക്കൻ കറി. പിന്നെ പൊറാട്ട ഉണ്ട്, പിന്നെ വത്തക്കുണ്ട്, മുന്തിരി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ചെറിയൊരു പരിപാടി. അങ്ങനെ ഒരു പമ്പം പരിപാടിയായിട്ടുള്ള ഒരു വലിയ നോമ്പറൊന്നും നമ്മളോട് ഉണ്ടാക്കരുത്. ഇതന്നെ നമ്മൾ നോമ്പറ സാധാ ഉള്ള മാതിരിയുള്ളൊരു നോമ്പറ അല്ല. സമൂസ എന്താ സമൂസ? ചിക്കൻ പാറിയിട്ടോ ഇതേവഴി മറന്നിക്ക. എന്റെ പൊട്ടാട്ടി ഉണ്ടാക്കി ചിക്കൻ കറി അടിപൊളി കേട്ടോ. നന്നാക്കി പറഞ്ഞില്ലെങ്കിൽ ഇനിയൊന്നും കിട്ടൂല, അതുകൊണ്ടാണ്. പിന്നെ സാധനപ്പത കൂടെ ഓൻ നീച്ചോളിട്ടോ. ഓനിന്ന് നമ്മളെ അയൽവാസിയില് നമ്പൂരാളോടൊരു കല്യാണം ഉണ്ട്, അപ്പൊ അതിന് പോയതാണ്.
അപ്പോൾ നോമ്പ് ഇറങ്ങിക്കാണ്ട് ഓന് ഫ്രൂട്ട്സും വെള്ളം കുടിച്ചാണ് ഓൻ പോയി, ബാക്കി തീറ്റ അവിടുന്നാണ്. അപ്പോൾ ആണ്ട് പോയതാണ്, ഞാൻ പോയിട്ടില്ല. നമുക്ക് ഈ നോൻപിന് നമ്മളെ പേരിൽ തന്നെ തിന്നണം, എന്നാലും അവർ ആത്താവുള്ളൂ, അതുകൊണ്ടാണ്. നിസ്കാരം കഴിഞ്ഞ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി 10 ആയിക്കണം. ഇപ്പോൾ ലേശം കഞ്ഞി പിടിച്ചണം, അത് ഈ നോൻപിനുള്ളവർ കിട്ടാവട്ടെ, നമ്മൾക്ക് വേണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കല്യാണത്തിന് പോയി അറിയില്ല, അപ്പോൾ ഓരോ കല്യാണം ഇപ്പോൾ നെയ്ച്ചോറ് എന്തൊക്കെ തിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ ലേശം കഞ്ഞി പിടിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാലും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ, അല്ലേ? എന്നിട്ട് എന്താ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പറഞ്ഞൂടെ? മതി. അത് മതി. എന്നായിക്കോട്ടെ, എല്ലാവരോടും ബൈ.